സോ ഹേ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ മൗണ്ടൈനിൽ ഒരു പ്ലെയിൻ ക്രാഷ് നടന്നുണ്ട്. സോ അത് കാണാൻ പോകുന്നു. നമ്മൾ ഡൊണറ്റിൽ വെച്ചാണ് നമ്മൾ ഇൻട്രോ എടുത്തത്. സാധാരണ എപ്പോഴും കാർ വാഷിൽ വെച്ചാണ് നമ്മൾ എടുക്കാറ്. അപ്പോൾ നമ്മൾ ഡൊണറ്റിൽ വെച്ചാണ് നമ്മൾ എടുത്തത്. ഇതാണ് നമ്മുടെ ടർബോ. പുതിയതായിട്ട് ഇപ്പോൾ ഇറക്കിയതാണ്. ഇറക്കിയിട്ട് കുറച്ചാകുന്നുള്ളൂ. സോ കാണിക്കാൻ വിചാരിച്ചു, മറന്ന്. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് അധികം രസമായില്ല. സോ മാറ്റണം. ഞാൻ ഓൾറെഡി ലോഗൊക്കെ അടിക്കണം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ആക്കുക. സോ പുഷപ്പൊക്കെ എടുത്തിട്ട് പോവാം, ഒരു വഴിക്ക് പോലെ. സോ നമുക്ക് പോവാം, നമ്മുടെ വണ്ടി കയറാൻ പോയിട്ട്. സോ ഹൈഡാക്കണം. അത് ഇവിടെ ഹൈഡാക്കാൻ ഒരു ഓപ്ഷൻ ഇല്ലേ, ഞാനത് നോക്കുന്നത്. സോ കാണുന്നില്ല. സോ നമുക്ക് മറ്റേ വ്യൂ ഇട്ടിട്ട് ഹൈഡാക്കാം. അതായത് ഇൻസ്റ്റഡ് വ്യൂ ഇട്ട് പോവാല്ലേ, അല്ലേ? വേണ്ട, പോവാ. ഈ ഐഡിയ വേണ്ടി കുറേ പണിയാണ് വണ്ടി ഓടിക്കാൻ. സോ നമ്മൾ ഡൗൺലോഡിൻ്റെ അവിടെ നിന്ന് നേരെ റൈറ്റ് എടുത്ത് പോകണം. റൈറ്റ് എടുത്ത് തന്നെ ഫുള്ള് നേരെ അങ്ങനെ പോവാം. നേരെ വിടണം. സോ കുറച്ചങ്ങോട്ട് നേരെ പോയിക്കൊണ്ടിരുന്നാൽ നമ്മൾ നമ്മുടെ മൗണ്ടൈൻ്റെ അവിടുത്തെ ചെക്ക് പോസ്റ്റ് എത്തും. സോ അവിടെ നിന്ന് നേരെ പോയിട്ട് ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്, ഓഫ് റോഡിക്കലുണ്ട് കട്ടിങ്. ആ കട്ടിങ് കയറണം. ഇത് ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഇവിടെ ആണല്ലോ. അതെ, ഇവിടെ തന്നെ. സോ ഇങ്ങോട്ട് കയറണം. കറക്റ്റ് മാപ്പ് കാണിച്ചാൽ പറ്റില്ല, ആഡാക്കിയുണ്ട്. ആഡാക്കിയില്ലെങ്കിൽ കാണുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല വീഡിയോ. സോ നേരെ നമ്മൾ പോകണം. നേരെ പോയിട്ട് ഇവിടെ ഉള്ള ലെഫ്റ്റിക്കുള്ള ഇടണം. അവിടെ ബോർഡ് വെച്ചിട്ട് ഞാൻ വായിച്ചു നോക്കിയില്ല. നേരെ പോയിട്ട് ഇവിടെ നിന്ന് അടുത്താണ് കേട്ടോ. അതുപോലെ മൗണ്ടൈനിക്ക് കുറച്ച് ദൂരമുണ്ട്. അതിൻ്റെ ഇടയിൽ പറഞ്ഞതിൽ വണ്ടർ ഇൻസൈഡ് അങ്ങനെ പോയി ഇൻറ്റീരിയർ ജസ്റ്റ് ചെയ്തൊരു ബോർഡ് മാറ്റിയപ്പോൾ ഇൻറ്റീരിയർ ഫുൾ സ്റ്റീരിങ് ഒക്കെ ചുളുങ്ങിയ പോയി. സോ അതാണ് ഞാൻ ഇൻറ്റീരിയർ കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ ഉണ്ട്. അതാ പിന്നിൽ പെട്ടെന്ന് ബ്രേക്ക് കിട്ടിയില്ല, ആ പോക്കിൽ അങ്ങോട്ട് പോയി. ഇതാണ് നമ്മുടെ പ്ലെയിൻ ക്രാഷ്. ഞാൻ ഇതുവരെ ഈ വഴിക്ക് വന്നിട്ടില്ല. എന്നോട് കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞാണ് പ്ലെയിൻ ക്രാഷ് നടന്നുണ്ടെന്നൊക്കെ. സോ എവിടെയാണ് നമ്മൾ പ്ലെയിൻ ക്രാഷ്. നമ്മളെ വണ്ടി ഇഷ്ടമായെന്ന് പറയാട്ടോ. പിന്നെ അതാണ് നമ്മുടെ പ്ലെയിൻ ക്രാഷ്. എന്താ സംഭവം എന്നല്ല, പ്ലെയിനൊരു കുഴപ്പമില്ല, പക്കായിട്ട് ഇരിക്കുന്നുണ്ട്. ക്രാഷ് മരത്തിന് കുഴപ്പമുണ്ട്, പ്ലെയിനൊരു കുഴപ്പമില്ല. പ്ലെയിൻ നോക്കിയാൽ ഫണ്ട് തോന്നണം. സോ ഇതാണ് നമ്മുടെ പ്ലെയിൻ ക്രാഷ്. കറക്റ്റ് വഴി മനസ്സിലായിണ്ടാവുമല്ലോ. നമ്മുടെ കാർ വാഷിൻ്റെ അവിടെ നിന്ന് നേരെ റൈറ്റ് എടുത്തിട്ട് ഹൈവേ കൂടെ നേരെ വിട്ടിട്ട് നമ്മുടെ മൗണ്ടൈൻ്റെ അടുത്ത് ചെക്ക് പോസ്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് ഈ സ്ഥലം വരുന്നത്. ഇത് നമ്മുടെ മൗണ്ടൈനിലാണ്. ഇത് കയറാൻ വല്ല വഴി ഉണ്ടെന്നാണോ? അവിടെ ഉണ്ടോന്നല്ലേ? അവിടെ ഉണ്ട്. സോ കൂടെ കയറാൻ പറ്റുമോ? കയറാൻ പറ്റുമായിരിക്കില്ലേ? കയറാൻ പറ്റുന്നുണ്ട്. സോ ഇവിടുന്ന് തബ്നയിലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇതാ ഇറങ്ങിപ്പോകണം. ഇത് ഇങ്ങനെ എടുത്ത് ഡ്രോൺ എടുത്തുമ്പോൾ തബ്നയിൽ എടുക്കുമ്പോഴേക്കും അത്യാവശ്യം നേരം. ഞാൻ തബ്നയിലൊന്നും എടുക്കാമെന്നില്ല, നേരെ അതെ. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. സോ അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ഇട്ട് വരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്.